മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച വിളവ് ലഭിച്ചിട്ടും റംബൂട്ടാൻ പഴങ്ങൾക്ക് വിപണിയിൽ വൻ വിലത്തകർച്ച നേരിടുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കൃഷിയിറക്കിയ കർഷകരാണ് വിളവെടുപ്പ് സീസൺ സജീവമായിട്ടും ന്യായമായ വിലയോ വിപണിയോ ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച വിളവ് ലഭിച്ചിട്ടും റംബൂട്ടാൻ പഴങ്ങൾക്ക് വിപണിയിൽ വൻ വിലത്തകർച്ച നേരിടുന്നത് മൂലം കർഷകർ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കൃഷിയിറക്കിയ കർഷകരാണ് വിളവെടുപ്പ് സീസൺ സജീവമായിട്ടും ന്യായമായ വിലയോ വിപണിയോ ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കിലോയ്ക്ക് 150 മുതൽ 200 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്ന സ്ഥാനത്ത് നിലവിൽ പലയിടങ്ങളിലും 60 മുതൽ 100 രൂപ വരെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. എന്നാൽ പൊതുവിപണിയിൽ ഇപ്പോഴും ഉയർന്ന വിലയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് പഴം ലഭിക്കുന്നത്. ഇതിന്റെ ലാഭം മുഴുവൻ ഇടനിലക്കാരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു. കർഷകരിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന ഇടനിലക്കാരുടെ ചൂഷണം കർഷകരുടെ നട്ടെല്ലൊടിക്കുകയാണ്. വളപ്രയോഗത്തിനും പരിചരണത്തിനും കൂലി ഇനത്തിലും വലിയ തുകയാണ് കർഷകർക്ക് ചെലവായത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിളവെടുപ്പ് കൂലി പോലും കിട്ടാത്ത അവസ്ഥയാണ്. പല തോട്ടങ്ങളിലും പഴങ്ങൾ പഴുത്തു പാകമായി മരത്തിൽ കിടന്ന് നശിക്കുകയാണ്. പഴങ്ങൾ കൃത്യസമയത്ത് സംഭരിക്കാനോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനോ ഉള്ള കൃത്യമായ സംവിധാനങ്ങളില്ലാത്തതും കർഷകർക്ക് വലിയ തിരിച്ചടിയായി. കിഴക്കൻ മേഖലയിൽ ലാഭകരമല്ലെന്ന കാരണത്താൽ റബ്ബർ വെട്ടിമാറ്റിയും പൈനാപ്പിൾ കൃഷി ഉപേക്ഷിച്ചും റംബൂട്ടാൻ കൃഷി ചെയ്തവരാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വലിയ തോതിൽ കൃഷി വ്യാപകമാകുകയും വിപണിയിൽ പ്രാദേശികമായി റംബൂട്ടാൻ പഴങ്ങൾ ധാരാളമായി എത്തുകയും ചെയ്തതോടെയാണ് കർഷകർക്ക് വില ലഭിക്കാതെ വരുന്നത്. ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ റംബൂട്ടാൻ വിപണിയിലേക്ക് എത്തുന്നതും വിലയിടിവിന് ആക്കം കൂട്ടി. സീസൺ അവസാനിക്കാറായിട്ടും വിപണിയിൽ അനുകൂലമായ സാഹചര്യമില്ലാത്തത് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഹോർട്ടികോർപ്പ് വഴി റംബൂട്ടാൻ നേരിട്ട് സംഭരിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നാണ് കർഷക സംഘടനകളുടെ പ്രധാന ആവശ്യം. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.